ഹലോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞിട്ടുള്ള ഒരു കുട്ടി വ്ളോഗാണ് കേട്ടോ ചെയ്യുന്നത്. സ്കൂളിൽ നിന്ന് വന്ന് കുളിച്ചിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നേരെ വയലിൻ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ഇത് ഞാൻ ആദ്യമേ തന്നെ ചെയ്യും, കാരണം പിന്നീട് പഠിത്തമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇത് മറന്നു. അതുകൊണ്ട് ആദ്യമേ തന്നെ ചെയ്ത് വെക്കും കേട്ടോ. ഇന്ന് പിന്നെ സ്കൂളിൽ നിന്ന് ടൈം ടേബിൾ വന്നിട്ടുണ്ടായിരുന്നു. അത് പിന്നെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു ടൈം ടേബിളിന്റെ കാർഡ് ഉണ്ടല്ലോ, അതിലേക്ക് മാറ്റണം. അപ്പം അതുകൊണ്ട് ടൈം ടേബിൾ തന്നിട്ടുള്ളതെല്ലാം അതിലേക്ക് മാറ്റാനായിട്ട് പോവാണ് കേട്ടോ. ഈ ഒരു ടൈം ടേബിൾ കാർഡ് പോലത്തുള്ള ഈ സംഭവം ഞാൻ ഓൾറെഡി ഇതിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. കാണത്തിലുണ്ടെന്ന് കണ്ടു നോക്കൂ കേട്ടോ. ബാക്ക് ടു സ്കൂൾ സീരീസ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന ആ ഒരു സമയത്ത് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നതാണ് ഈ ടൈം ടേബിൾ കാർഡ്. ഇപ്പോൾ എനിക്കത് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിന്റെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്താൽ മതി കേട്ടോ, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണുമേ. പിന്നെ ഭാഗങ്ങൾ ഇന്ന് പഠിപ്പിച്ച സബ്ജക്റ്റുകളെല്ലാം എടുത്തിട്ട് വെക്കുകയാണ്. എന്നിട്ട് ഇതിനകത്ത് പഠിപ്പിച്ചത് ഏത്, ഹോംവർക്ക് ഉള്ളത് ഏത്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അറേഞ്ച് ചെയ്തിട്ട് വെക്കുകയാണ്. പിന്നെ നമ്മൾ ഈ ബുക്കൊക്കെ പരിചയപ്പെട്ട് വരുന്നല്ലേ ഉള്ളൂ. ഏത് ബുക്കാണ്, നമുക്ക് ഏതിന്റെ സബ്ജക്റ്റ് ആണെന്നൊന്നും അറിയത്തില്ലല്ലോ. അപ്പോൾ ആ രീതിയിൽ സെറ്റായി വരുന്നല്ലേ ഉള്ളൂ. അപ്പം അത് നമ്മൾ എന്തായാലും ഫ്രണ്ടിൽ നോക്കേണ്ടി വരും ഏത് സബ്ജക്റ്റ് ആണെന്നുള്ളത്. അതുകൊണ്ട് ഇത്തിരി ബുദ്ധിമുട്ടി ഏതൊക്കെ എവിടെയൊക്കെ വെക്കണം എന്നുള്ളത് കാര്യത്തിൽ. പിന്നെ മാത്സിന്റെ മാത്രമേ ഉള്ളൂ എനിക്ക് അറിയാവുന്നത്, കാരണം മിക്കവാറും എല്ലാ ദിവസവും അത് എടുക്കാറുണ്ട്. പിന്നെ മാത്സിനൊരു നല്ല തടിയൻ ബുക്കാണ്, അപ്പം അതുകൊണ്ട് എപ്പോഴും പെട്ടെന്ന് മനസ്സിലാവും. അത് ആദ്യം മുതലേ നമുക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. ബാക്കിയെല്ലാം ക്ലാസ്മേറ്റിന്റെ ഈ തരത്തിലുള്ള ബുക്കുകളായതുകൊണ്ട് പെട്ടെന്ന് അങ്ങനെ മനസ്സിലാവത്തില്ല. ആദ്യം തന്നെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്ക് എടുത്തത്, പെട്ടെന്ന് തീരുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ആദ്യം തന്നെ അതെടുത്തത്. പെട്ടെന്ന് തന്നെ തീർന്നു. പിന്നെ കുറച്ച് ഗ്ലോസറി പോലെ മീനിങ്സ് ഒക്കെ എഴുതാനുണ്ടായിരുന്നു. പിന്നെ ഞാൻ എഴുതുന്നുണ്ട് കേട്ടോ. എന്നും അതൊന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് ഇംഗ്ലീഷിന്റെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന്. അപ്പോൾ അതുകൊണ്ട് അതെന്തായാലും വായിച്ചേ പറ്റുള്ളൂ. പിന്നെ ഈ നോട്ടുകളൊന്നും മെയിൻലി അങ്ങനെ കൊണ്ടുപോയി തുടങ്ങാത്തതുകൊണ്ട്, ലൈക്ക് എല്ലാ വിഷയത്തിന്റെ അങ്ങനെ കൊണ്ടുപോയി തുടങ്ങാത്തതുകൊണ്ട് റഫ് നോട്ടിലാണ് മിക്കവാറും ഉള്ള സബ്ജക്റ്റുകളെല്ലാം ഞാൻ എഴുതിയിട്ടുള്ളത്. അതുകൊണ്ട് അതൊക്കെ വന്നിട്ട് നോട്ടിലോട്ട് പകർത്തണം. അപ്പൊ അതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. കുറെ നോട്ട് എഴുതാനുണ്ടായിരുന്നു, അപ്പൊ അതൊക്കെ എഴുതി വെക്കാണ് കേട്ടോ. പിന്നെ ഞാൻ ഈ ചെയ്യുന്നത് ഹോംവർക്ക് ആണ്. ഹോംവർക്ക് ചെയ്യാനുണ്ടായിരുന്നു, ഫിസിക്സ് ആയിരുന്നു. അപ്പൊ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡയമെൻഷൻസ് സംഭവം എന്തോ ആണ്. അപ്പൊ അതുകൊണ്ട് ഒത്തിരി പാടുണ്ടായിരുന്നു തോന്നി. അതുകൊണ്ട് നമ്മൾ ബാക്കിലൊക്കെ നോക്കിയാണ് ചെയ്തു വരുന്നത്. പിന്നെ കെമിസ്ട്രിക്ക് അത് എന്തെങ്കിലും വർക്ക് ഉണ്ടോ, പഠിക്കാനുണ്ടോ എന്നൊക്കെ നോക്കുകയാണ്. കെമിസ്ട്രിയിൽ പഠിക്കാനൊന്നുമില്ല, ഹോംവർക്ക് ഒന്നുമില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അത് അടച്ചു വെക്കുകയാണ് സാധാരണ പതിവ്. അപ്പൊ ഇത് അതേപോലെ തന്നെ അടച്ചു വെച്ചു. ഇനി നമ്മൾ മാത്സ് ആണ് എഴുതുന്നത്. മാത്സ് എല്ലാ ദിവസവും ഒരു ഹോംവർക്ക് മസ്റ്റാണ്. ഒന്നല്ല, അതിൽ കൂടുതൽ തരാറുണ്ട്. അതുകൊണ്ട് ഇന്ന് എത്രയായിരുന്നു, 3 എന്തോ ആയിരുന്നു തോന്നുന്നു. അപ്പൊ അത്രയും ഹോംവർക്കുകൾ ചെയ്തിട്ട് വേണം ക്ലാസ്സിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഹോംവർക്ക് ചെയ്യാതെ നമുക്ക് ഒരിക്കലും പോകാനായിട്ട് പറ്റില്ല. ഹോംവർക്ക് എന്തായാലും ചെയ്യുന്നുണ്ട് കേട്ടോ. എഗെയിൻ നമ്മൾ ഇംഗ്ലീഷ് എടുത്തിട്ടുണ്ട്. ഇംഗ്ലീഷ് റീഡ് ചെയ്യുക എന്നത് മാത്രമല്ല കേട്ടോ, ഇതിനകത്ത് മറ്റേ മീനിങ് ഫുൾ ആയിട്ടുള്ള വേർഡ്സ് ഒക്കെ കാണും. നമുക്കറിയാത്തതുമായ വേർഡുകൾ, അതുപോലെ നമ്മൾ ഇതുവരെ പഠിച്ചിട്ടില്ലാത്ത തരത്തിലുള്ള വേർഡുകൾ ഒക്കെ കാണില്ലേ. അപ്പൊ അതൊക്കെ അതിനൊക്കെ മീനിങ്സ് എഴുതി വെച്ചിട്ട് അതൊക്കെ ഞാനിങ്ങനെ എഴുതുന്നുണ്ട്. എൻ്റെ ഒരു പേപ്പറിലൊക്കെ എഴുതുന്നുണ്ട്. എന്തിനാന്ന് എനിക്കറിയില്ല, എന്നാലും എഴുതി വെക്കുന്നുണ്ട്. എങ്ങാനും എക്സാം ടൈമിലൊക്കെ ഹെൽപ്ഫുൾ ആയാലും നിങ്ങൾക്കും ഇങ്ങനെ ചെയ്യാം കേട്ടോ. അതിപ്പോൾ ഏത് ക്ലാസ്സിൽ പഠിക്കുന്നവരായാലും അവർക്ക് എല്ലാവർക്കും ഇങ്ങനെ ചെയ്യാം. ഇത് ഹെൽപ്ഫുൾ ആവും. കാരണം എക്സാം ടൈമിലൊക്കെ നമുക്ക് ജസ്റ്റ് മീനിങ്സ് ഒക്കെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നല്ല ഹെൽപ്ഫുൾ ആവും. പിന്നെ ഗ്ലോസറി എന്ന് പറഞ്ഞിട്ടൊരു ഭാഗം ടെക്സ്റ്റിൽ തന്നെ ഉണ്ട്. പക്ഷെ ഇത് അങ്ങനെ ടെക്സ്റ്റിൽ ഒത്തിരി വേർഡ്സ് ഒന്നും അങ്ങനെ ഗ്ലോസറി ഭാഗത്ത് കൊടുത്തിട്ടില്ല. ഒരു കയ്യിലെണ്ണാൻ പറ്റുന്ന തരത്തിലുള്ള വേർഡ്സുകൾ മാത്രമേ ഉള്ളൂ. മറ്റേ നമ്മൾ 10th വരെ പഠിക്കുന്ന ടെക്സ്റ്റുകളിലൊക്കെ എന്ന് വെച്ചാൽ ബാക്കിൽ അല്ലെങ്കിൽ ഒരു ചാപ്റ്റർ കഴിയുന്ന ഒരു യൂണിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ യൂണിറ്റിന്റെ ഫുള്ളായിട്ടുള്ള ഒരു ഗ്ലോസറി തന്നെ കാണുമായിരുന്നു. ഇത് അത്രയൊന്നും ഇല്ല. ഇതിന്റെ ഒരു ചാപ്റ്റർ തന്നെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്, അത്രേ ഉള്ളൂ. അത് കൂടുതലൊന്നും ഇല്ല ഇതില്. അപ്പൊ അതുകൊണ്ട് നമ്മളായിട്ട് തന്നെ എഴുതി വെക്കേണ്ടി വരും. പിന്നെ കുറച്ച് ഞാൻ എഴുതുന്നുള്ളൂ, ഞാൻ ഒരുപാടൊന്നും എഴുതുന്നില്ല. ഒട്ടുമേ അറിയാത്ത വേർഡ്സുകളൊക്കെ മാത്രമേ ഞാൻ എഴുതുന്നുള്ളൂ കേട്ടോ.
അടുത്തത് ഈ നോട്ട് എഴുതുകയാണ്. ബോട്ടണിയാണ് എഴുതുന്നത്. ഇത് ഞാൻ സ്കൂളിൽ വെച്ച് തന്നെ റഫ് നോട്ടിൽ എഴുതിയിട്ടുള്ളതാണ്. ബോട്ടണിയുടെ തന്നെ നോട്ടിലേക്ക് ഇപ്പം മാറ്റുകയാണ് കേട്ടോ. എല്ലാത്തിനും അതിൻ്റെതായ നോട്ടുകളൊന്നും എടുത്തിട്ടില്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ സ്കൂളിലേക്ക് റഫ് നോട്ട് കൊണ്ടുപോകും. റഫ് നോട്ടിലാണ് എല്ലാം എഴുതി വെക്കാറുള്ളത്. വീട്ടിൽ വന്നിട്ടേ ഉള്ളൂ പിന്നെ തന്നെ നോട്ടിലേക്ക് മാറ്റാറുള്ളത് കേട്ടോ. എല്ലാ ദിവസവും അങ്ങനെയൊന്നുമല്ല, ആദ്യമായതുകൊണ്ട് അങ്ങനെ. ബാക്കി ഇനിയുള്ള എല്ലാ ദിവസങ്ങളും നമ്മൾ നോട്ട് തന്നെ കൊണ്ടുപോയി. പിന്നെ ബോട്ടണി പഠിക്കാനായിട്ടുണ്ടായിരുന്നു, കാരണം അത്ര നോട്ട് എഴുതി വെച്ചെന്നാലും പഠിക്കണ്ടേ. പക്ഷെ പഠിക്കാനായിട്ടുള്ള ടൈം കിട്ടില്ല. അതിന്റെ ഒന്നാമത്തെ കാരണം അത് കഴിഞ്ഞിട്ടുള്ള ദിവസം ബോട്ടണി ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പഠിക്കാനുള്ള ഒരു ഇത് വരത്തില്ലല്ലോ. ഇനിയിപ്പോൾ അടുത്ത ദിവസം ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ മാറ്റി വെച്ചു, അത്രേ ഉള്ളൂ. പിന്നെ ടൈം ടേബിൾ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് അടിയിൽ ഇങ്ങനെ മാസ്കിൻ ടേപ്പ് ഉപയോഗിച്ചിട്ട് നമ്മൾ സ്വന്തമായിട്ട് ഡബിൾ സൈഡ് ടേപ്പ് ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ഒട്ടിക്കും കേട്ടോ. മാസ്കിൻ ടേപ്പ് ഒട്ടിക്കുന്നതാണ് കേട്ടോ എപ്പോഴും നല്ലത്, കാരണം ഭിത്തിയിൽ അങ്ങനെ വലിയ തരത്തിലുള്ള പാടുകളൊന്നും വരത്തില്ല. പിന്നെ ബാഗൊക്കെ എല്ലാം സെറ്റാക്കി വെക്കുന്നുണ്ട്, പൗച്ച് എല്ലാം സെറ്റാക്കി ടൈം ടേബിൾ അനുസരിച്ച് എല്ലാം അടുക്കി പറക്കി ബാഗിലേക്ക് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഒരു പുതിയ വീഡിയോ കാണുമായിരിക്കും. ബൈ.